വാർത്തകൾ വിശദമായി. സ്റ്റേറ്റ് എംപ്ലോയീസ് യൂണിയന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അവകാശ സംരക്ഷണ യാത്ര പ്രയാണം ആരംഭിച്ചു. രാവിലെ 10 മണിക്ക് കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് യാത്ര ഉദ്ഘാടനം ചെയ്തു. അത്യാധുനികവും ലോക നിലവാരവുമുള്ള ഫർണിച്ചറുകൾ വമ്പിച്ച വിലക്കുറവിൽ നിങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു നൽകുന്നു. ബെഡ്റൂമോ, ലിവിംഗ് റൂമോ, ഓഫീസോ, സ്റ്റുഡിയോയോ ഏതൊന്നിനെയും ഭംഗിയാക്കാൻ ആർട്ടിക് ഫർണിച്ചർ ഇന്ന് തന്നെ സന്ദർശിക്കൂ. ആർട്ടിക് ഫർണിച്ചർ, കാസർഗോഡ്, ഉപ്പള, മാംഗ്ലൂർ, കാഞ്ഞങ്ങാട്, വടകര. SCU അവകാശ സംരക്ഷണ യാത്രയ്ക്ക് കാസർഗോഡ് ആവേശകരമായ തുടക്കം. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് സംഘടിപ്പിച്ച ചടങ്ങിൽ മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി PK ഫിറോസ് യാത്ര ഉദ്ഘാടനം ചെയ്തു. ശബരിമല സ്വർണം മാത്രമല്ല, ജനങ്ങളുടെ അവകാശങ്ങളും കൊള്ളയടിക്കുന്ന സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് PK ഫിറോസ് ആരോപിച്ചു. വർഗീയത ഉയർത്തിക്കാട്ടി മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവർ കേരള സമൂഹത്തിനു മുന്നിൽ അപഹാസ്യരായി മാറിയിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. അഴിമതിക്ക് ഗിന്നസ് ബുക്കിൽ ഇടം ലഭിക്കുമെങ്കിൽ അത് ഇടത് സർക്കാരായിരിക്കുമെന്നും സംസ്ഥാനത്ത് വിഭാഗീയത സൃഷ്ടിക്കുവാനുള്ള നീക്കങ്ങളിൽ നിന്നും സർക്കാരും CPM-ഉം പിന്മാറണമെന്നും PK ഫിറോസ് ആവശ്യപ്പെട്ടു. നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടായിട്ടാണ് ഇത്രയെങ്കിലും പ്രതികളെ പിടികൂടി ജയിലടക്കാൻ കഴിഞ്ഞത്. ആരൊക്കെ? CPM-ന്റെ മുൻ MLA, ജില്ലാ കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റ് മെമ്പർ വരിയായി ജയിലിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഒരു ഹൈക്കോടതിയുടെ മേൽനോട്ടം ഉണ്ടായപ്പോഴേക്ക് ഇത്രയധികം CPM നേതാക്കന്മാർ ജയിലിൽ പോയിട്ടുണ്ട് എങ്കിൽ കേരളത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടായാൽ ഒരു സംശയം വേണ്ട, CPM-ന്റെ സെക്രട്ടറി യോഗം ചേരുക AKG സെന്ററിലായിരിക്കില്ല, പൂജപ്പുര ജയിലായിരിക്കും. ഈ നാട്ടിൽ വിദ്വേഷമുണ്ടാക്കി, ഈ നാട്ടിൽ വിഭാഗീയത ഉണ്ടാക്കി മൂന്നാമതും അധികാരത്തിൽ വരാമെന്ന് പിണറായി വിജയൻ വിചാരിക്കുന്നുവെങ്കിൽ കേരളം പുറങ്കാലം കൊണ്ട് നിങ്ങളെ ചവിട്ടി ഓടിക്കുക തന്നെ ചെയ്യുമെന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പോവുകയാണ്. അതുകൊണ്ട് SCU-ന്റെ പ്രവർത്തകരോട്, SCU-ന്റെ നേതാക്കന്മാരോട് ഞങ്ങൾ അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങൾ ധൈര്യമായി ഈ സമരവുമായി മുന്നോട്ട് പോവുക. നിങ്ങളെ സ്വീകരിക്കാൻ കേരളത്തിലെ തെരുവോരങ്ങളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് സർക്കാർ ജീവനക്കാർ മാത്രമായിരിക്കില്ല, ആബാലവൃദ്ധം ജനങ്ങളായിരിക്കും. കാരണം അവരുടെ വികാരങ്ങൾ ഒപ്പിയെടുത്താണ് നിങ്ങൾ സമരവുമായി മുന്നോട്ട് പോകുന്നത്. ജാഥ ഡയറക്ടർ റാഫി പോത്തൻകോട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ഭാരവാഹികളായ PI ഷാഹുൽ ഹമീദ്, VJ സലീം ഇടുക്കി, ഗഫൂർ പന്തീർപ്പാടം, OM ഷഫീഖ്, ഹമീദ് കുന്നുമ്മൽ, T സലീം, സമീർ VP, PC റഫീഖ്, S ഷമീം, മാട്ടി മുഹമ്മദ്, അലി കരുവാരക്കുണ്ട്, സലീം അലിക്കൽ, NP മുഹമ്മദ് അലി, നൌഫൽ നെക്രാജ്, കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട, ജനറൽ സെക്രട്ടറി ഷിഹാബ് OM, ഹാഷിം AR തുടങ്ങിയവർ നേതൃത്വം നൽകി. കാസർഗോഡ് കലക്ട്രേറ്റിൽ നടന്ന സ്വീകരണം സംസ്ഥാന ട്രഷറർ നാസർ നങ്ങാരത്ത് ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് അബ്ദുറഹ്മാൻ നെല്ലിക്കട്ട അധ്യക്ഷത വഹിച്ചു. സലീം ആലിക്കൽ, സമീർ VP തുടങ്ങിയവർ സംസാരിച്ചു. പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, ശമ്പള പരിഷ്കരണം നടപ്പിലാക്കുക, ക്ഷാമബത്ത കുടിശ്ശിക അനുവദിക്കുക, മെഡിസെപ് കൊള്ള അവസാനിപ്പിക്കുക, ലീവ് സറണ്ടർ അനുവദിക്കുക, ഹൗസ് ബിൽഡിംഗ് അഡ്വാൻസ് പുനഃസ്ഥാപിക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് SCU അവകാശ സംരക്ഷണ യാത്ര നടത്തുന്നത്. SCU സംസ്ഥാന പ്രസിഡന്റ് സിബി മുഹമ്മദ് ക്യാപ്റ്റനും ജനറൽ സെക്രട്ടറി ആമിർ കോഡൂർ വൈസ് ക്യാപ്റ്റനുമായി നടത്തുന്ന ജാഥ 14 ജില്ലകളിലൂടെ കടന്നുപോയി ഫെബ്രുവരി 11 തിരുവനന്തപുരത്ത് സമാപിക്കും. റാഫി പോത്തൻകോട് ഡയറക്ടറും MA മുഹമ്മദ് അലി കോഓർഡിനേറ്ററായും റഷീദ് മുളവൂർ മാനേജരുമായാണ് യാത്ര നടക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.